കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപാട് പുസ്തകം 18-ാം അധ്യായമാണ് കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചത്. നമുക്ക് 4 അധ്യായങ്ങൾ കൂടെ ചിന്തിപ്പാനായിട്ടുണ്ട്. 19-ാം അധ്യായം നമുക്ക് ആദ്യത്തെ 10 വാക്യം ഒന്ന് വായിക്കാം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ചു പ്രതികാരം ചെയ്തുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നുവെന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ഹാമീൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകലദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിനെന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോയിൽ തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണമെന്നുവല്ലോ അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുഭവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നെഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്തെ ദൈവത്തെ നമസ്കരിക്കുക. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. ഈ 19-ാം അധ്യായം മഹാപീഡന കാലഘട്ടത്തിനും സഹസ്രാബ്ദ വാഴ്ചയ്ക്കും മധ്യയുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജാണെന്ന് പറയുവാനായിട്ട് സാധിക്കും. ഈ 19-ാം അധ്യായം വാസ്തവത്തിൽ 16-ാം അധ്യായത്തിൽ നിന്നുള്ള തുടർച്ചയാണെന്ന് ചിന്തിക്കുന്നതാണ് കുറച്ചുകൂടെ ന്യായമായിട്ടുള്ള കാര്യം. അതായത് ഹർമഗദോൻ യുദ്ധത്തിനായിട്ട് ലോകരാഷ്ട്രങ്ങളെ കൂട്ടിവരുത്തിയിരിക്കുന്നത് 16-ാം അധ്യായത്തിന്റെ 12 തൊട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു. പ്രത്യേകിച്ച് 16-ാമത്തെ വാക്യത്തിൽ ലോകത്തിലെ സൈന്യങ്ങൾ അല്ലെങ്കിൽ രാജാക്കന്മാരൊക്കെ ഹർമഗദോൻ എന്ന് പറയുന്ന സ്ഥലത്ത് യുദ്ധത്തിനായി കൂടി വന്നിരിക്കുകയാണ്. അതിന്റെ 11 തൊട്ടുള്ള, അതായത് 19-ന്റെ 11 തൊട്ടുള്ള വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വരികയും അവൻ അതിന്റെ 19-ാം വാക്യം വരുമ്പോൾ കുതിരപ്പുറത്തിരിക്കുന്നവരോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയിരിക്കുന്ന ഞാൻ കണ്ടു. അതായത് 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ലോക സൈന്യങ്ങൾ ഒന്നിച്ചുകൂടിയിരിക്കുന്നതും 19-ാം അധ്യായത്തിൽ യേശുക്രിസ്തു മടങ്ങി വന്ന അല്ലെങ്കിൽ അന്ത്യ യുദ്ധം ഹർമഗദോൻ യുദ്ധത്തിന്റെ ക്ലൈമാക്സിൽ കർത്താവായ യേശുക്രിസ്തു സ്വർഗം തുറന്ന് ഈ ഭൂമിയിലേക്ക് സൈന്യങ്ങൾ ഇറങ്ങി വന്ന് അവരെ നിഗ്രഹിക്കുന്നതായ ചിത്രമാണ് 19-ാം അധ്യായത്തിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ആ സീക്വൻസിൽ പഠിക്കുമ്പോൾ 16-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ് 19 എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയാണ് ന്യായമായിട്ട് അത് ചിന്തിപ്പാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ വായിച്ച 19-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 10 വാക്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ അത് സ്വർഗത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ സ്വർഗത്തിലെ കാഴ്ച നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇവന്റ്സ് ഇൻ ഹെവൻ. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ ആ ഭാഗത്തെ അപഗ്രഥിച്ച് നോക്കിയാൽ ഭൂമിയിൽ വലിയ രക്തച്ചൊരിച്ചിലാണ്. അതായത് അർമഗദോൻ യുദ്ധത്തിൽ മനുഷ്യൻ കൂടി വന്നു. 200 മൈൽ നീളത്തില് അവരുടെ ചോര ഒഴുകുകയാണ്. ലോക സൈന്യങ്ങളെ വാസ്തവത്തിൽ അവരുടെ മാംസം പക്ഷികൾക്ക് ഭക്ഷിപ്പാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. ലോകത്തിൽ വലിയ വിപത്തുകളും കരച്ചിലും നടക്കുമ്പോൾ സ്വർഗത്തിലെ ദർശനം നമുക്ക് തരികയാണ്. അവിടെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന, സന്തോഷിക്കുന്ന ഒരാഹ്വാനത്തിന്റെ സമയമായി നമ്മൾ ഈ ഭാഗത്തെ കാണുകയാണ്. എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഇത്ര വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ സ്വർഗത്തിൽ ഇത്ര വലിയ സന്തോഷം എന്നുള്ളത് ഈ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ 6 വാക്യം, 19-ന്റെ ആദ്യത്തെ 6 വാക്യം വാസ്തവത്തിൽ ഇറ്റ് ഈസ് റിജോയ്സിങ് ഇൻ ഹെവൻ, സ്വർഗത്തിലെ സന്തോഷമാണ്. പിന്നെ 7 തൊട്ട് 10 വരെയുള്ള വാക്യത്തിൽ കുഞ്ഞാടിന്റെ കാന്തയെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം 2-3 അധ്യായത്തിൽ സഭയെക്കുറിച്ചുള്ള പരാമർശം അവസാനിച്ചിട്ട് പിന്നീട് സഭയെക്കുറിച്ച് അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ കാന്തയെ കുറിച്ചുള്ള പരാമർശം 3-ാം അധ്യായത്തിന്റെ അവസാനം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഈ 19-ാം അധ്യായത്തിലാ. ഈ 4 തൊട്ട് ഈ 18 വരെ അവസാനിക്കുന്നത് വരെ ദൈവസഭയെക്കുറിച്ച് യാതൊരു പരാമർശവും കാണുന്നില്ലേ. എന്നാൽ ഇവിടെയാണ് ദൈവസഭയെ പിന്നീട് നമുക്ക് കാണുന്നത്. കുഞ്ഞാടിന്റെ കാന്തയും അവൾ പ്രത്യക്ഷപ്പെടുന്നത് അവളുടെ കല്യാണവും കല്യാണ സദ്യയെക്കുറിച്ചുമുള്ള മഹത്വപൂർണമായ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നു. 11 തൊട്ടുള്ള വാക്യത്തില് കർത്താവ് മടങ്ങി വന്ന് 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ തുടങ്ങുന്നതിന് മുമ്പുള്ള യുദ്ധങ്ങളെ കുറിച്ചാണ് 11-ാം വാക്യം തുടങ്ങി വായിപ്പാൻ കഴിയുന്നത്. അപ്പോൾ 19-ാം അധ്യായത്തെ ഒന്ന് അപഗ്രഥിച്ചാൽ ഹർമഗദോൻ യുദ്ധത്തിനായി ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചുകൂടി. ആ യുദ്ധത്തിന്റെ മൂർധന്യാവസ്ഥയിൽ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് സൈന്യങ്ങളുമായിട്ട് ഭൂമിയിലേക്ക് വന്ന് ഈ ലോക സൈന്യങ്ങളെ നിഗ്രഹിച്ചിട്ട്
1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുമ്പുള്ള ചരിത്രവും അതോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ആ വലിയ മഹത്വപൂർണമായ കാഴ്ചയും നമുക്ക് ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. യാതൊരു കാരണവശാലും ദൈവം വെളിപ്പെടുത്താതെ സ്വർഗത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കുവാൻ സാധിക്കില്ലായിരുന്നു. ദൈവം നമ്മളിൽ പ്രസാദിച്ചു. ഈ ഭാഗത്ത് സ്വർഗത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തി തരികയുണ്ടായി. നമുക്ക് ആദ്യത്തെ 6 വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുകയാണ്. ഈ 6 വാക്യത്തിൽ 4 പ്രാവശ്യം ഹല്ലേലൂയ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യം. 1-ാം വാക്യത്തിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 3-ാം വാക്യത്തിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടുണ്ട്. 4-ാം വാക്യത്തിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടുണ്ട്. 6-ാം വാക്യം അവസാനിക്കുമ്പോഴും ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 പ്രാവശ്യം 6 വാക്യത്തിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാല് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് വളരെ പരിചയമുള്ള ഒരു പദമാണ് ഹല്ലേലൂയ എന്ന പദം. എന്നാൽ നമ്മൾ ചിന്തിച്ചാൽ ഓർക്കും ഇത് ഒരുപാട് ക്രിസ്തീയ സമൂഹത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ആകെ പഠിച്ചു നോക്കിയാൽ ആദ്യമായിട്ട് ഹല്ലേലൂയ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഈ ഭാഗത്താണ് ഹല്ലേലൂയ എന്ന പദം പുതിയ നിയമത്തിൽ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്. മുമ്പെങ്ങും ആ പദം ഉപയോഗിച്ച് നമ്മൾ കാണുന്നില്ല. ബൈബിളിൽ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് 104-ാം സങ്കീർത്തനത്തിന്റെ 35-ാം വാക്യത്തിലാണ്. 104-ാം സങ്കീർത്തനം 35-ാം വാക്യത്തിലാണ് ഹല്ലേലൂയ എന്ന പദം ആദ്യം ഉപയോഗിച്ച് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ എന്ന പദത്തിന്റെ അർത്ഥം പ്രൈസ് ടു യഹോവ അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, യഹോവയെ സ്തുതിപ്പീൻ അല്ലെങ്കിൽ അവന് സ്തുതി കരേറ്റുവിൻ എന്ന ആണ് ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ ഇവിടെ ഹല്ലേലൂയ പറയുന്നത് എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ചാൽ, ദൈവം ഒരു കാര്യം ചെയ്തത് കണ്ടിട്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ദൈവത്തിന് ഹല്ലേലൂയ പറയുന്നു, അല്ലെങ്കിൽ സ്തുതി പറയുന്നു, അല്ലെങ്കിൽ സ്തുതി പറഞ്ഞിട്ട് അതിനെന്താ കാരണമെന്നുള്ളത് ഉടനെ പറയുന്നു. ഈ 4 പ്രാവശ്യവും ഹല്ലേലൂയ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ ദൈവം വലിയ കാര്യം ചെയ്തു, ആ കാര്യത്തിന്റെ മഹത്വം കണ്ടിട്ട് അവന് സ്തുതി പറയുന്നു, അല്ലെങ്കിൽ സ്തുതി പറഞ്ഞിട്ടുടനെ ഹല്ലേലൂയ പറഞ്ഞിട്ടുടനെ ആ സംഭവത്തെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല സ്വർഗത്തിൽ ഈ സ്തുതി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, സകല വിശുദ്ധന്മാരും കൂടെ ഒന്നിച്ചു ചേർന്ന് ഒരേ സ്വരത്തിൽ സ്വർഗത്തിൽ ഈ ഹല്ലേലൂയ പറയുന്ന പഴയ പുതിയ നിയമ ഭക്തന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എല്ലാവരും കൂടെ ചേർന്ന് ഒരുപോലെ ഹല്ലേലൂയ പറയുന്ന ഒരു സന്ദർഭമാണ്. നോക്കുക, അതിനുവേണ്ടിയുള്ള ആഹ്വാനം 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ വായിക്കുന്നു. അങ്ങനെ ദൈവത്തെ സ്തുതിപ്പാൻ ആഹ്വാനം ചെയ്യുന്നത് 18-ന്റെ 20-ാം വാക്യത്തിലാണ്. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആയുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പീൻ. ദൈവം ആ വിധത്തിൽ പ്രതികാരം ചെയ്തുകൊണ്ട് ആനന്ദിപ്പീൻ എന്ന് സ്വർഗത്തിൽ ആഹ്വാനം ചെയ്യുമ്പോൾ സ്വർഗത്തിൽ ഹല്ലേലൂയ പറയുന്നത് കാണുകയാണ്. അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്നാല് 18-ന്റെ 20-ലും 19-ലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ഹല്ലേലൂയ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് നോക്കിയാൽ ഈ ബാബിലോണിന്റെ നാശം പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ 17-ഉം 18-ഉം അധ്യായത്തിൽ മഹദിയാം ബാബിലോൺ പട്ടണത്തിന്റെ നാശത്തെ കുറിച്ച് കണ്ടു. മതപരമായിട്ടും സാമൂഹികമായിട്ടും ലോകത്തിൽ മലിനപ്പെടുത്തിയ അല്ലെങ്കിൽ ദൈവത്തിന് വിരുദ്ധമായി നിന്ന ആ വലിയ ഒരു സിദ്ധാന്തത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സഭയെയും സിസ്റ്റത്തെയും ദൈവം ന്യായം വിധിച്ചു കഴിഞ്ഞപ്പോൾ, മാത്രമല്ല അവരെ കുറിച്ച് നമ്മൾ ഓർത്തു, സകല വിശുദ്ധന്മാരുടെയും രക്തം അവളുടെ പാനപാത്രത്തിലുണ്ട്. കുഞ്ഞാടിനോട് അവൾ പോരാടി, ദൈവിക വ്യവസ്ഥിതിയോട് അവൾ പോരാടി. അവിടെ ഒന്നും ദൈവസഭ പ്രതികരിച്ചില്ല. വിശുദ്ധന്മാരെ അറുത്തു, അവരെ കൊന്നു. നോക്കുക, ഈ സഭ ദൈവമക്കളെ കൊന്നപ്പോൾ അവരാരും പ്രതികാരം ചെയ്തില്ല. കാരണം ദൈവസഭയെ സഹിപ്പാനായിട്ട് വിളിച്ചിരിക്കുകയാണ്. 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വെളിപാട് 1-ന്റെ 9-ൽ നമ്മൾ വായിക്കുന്നു, നമ്മെ അവന്റെ രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയാക്കിയിരിക്കുകയാണ്. യോഹന്നാൻ തന്നെ പറയുന്നു, വൃദ്ധനായി പത്മോസിൽ നാട് കടത്തിയപ്പോൾ ആ ദൈവത്തിന്റെ ദാസൻ പറയുന്നു, യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ എന്ന ഞാൻ. അപ്പൊ അവന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കിങ്ഡം ഓഫ് പേഷ്യൻസ്. ഒരു ചെള്ളക്ക് അടിക്കുമ്പോൾ മറ്റേ ചെള്ള കാണിച്ചു കൊടുക്കുക. വാളെടുക്കുവാൻ കർത്താവ് ആവശ്യപ്പെട്ടില്ല, യുദ്ധം ചെയ്യുവാൻ കർത്താവ് പറഞ്ഞില്ല, സഹിപ്പാനായിട്ട് ആവശ്യപ്പെട്ടു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, വിശുദ്ധന്മാരുടെ രക്തം ചിന്തിയ ഇവളെ ന്യായം വിധിച്ചപ്പോൾ അവന്റെ ന്യായവിധി സത്യവും നീതിയുമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ട് വിശുദ്ധന്മാർ ഒന്നിച്ചവനെ മഹത്വപ്പെടുത്തുന്ന ഒരു സംഭവം സ്വർഗത്തിൽ. ആ വിധത്തിൽ ഈ സന്തോഷത്തിന്റെ കാരണം നമുക്ക് ന്യായമായി ചിന്തിക്കാം. നമ്മളിപ്പോൾ ഓർത്തതുപോലെ ഈ ന്യായവിധിയുള്ള ബന്ധത്തിൽ, ബാബിലോണെ ന്യായവിധിച്ചുള്ള ബന്ധത്തിലാണ് ഈ ഹല്ലേലൂയ പറയുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 2-ാം വാക്യം നോക്കിയാൽ നോക്കുക, 2-ാം വാക്യത്തിലെ ഹല്ലേലൂയ പറയുന്നതിന്റെ
കാരണം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതും ഇത് തന്നെയാണ് കാരണം. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യ അവൻ ശിക്ഷ വിധിച്ച് തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. കഴിഞ്ഞ നാളുകളിൽ ദൈവം മൗനമായിരുന്നു. ദൈവം അവരോട് പ്രതികാരം ചെയ്തില്ലേ. എന്നാൽ ദൈവത്തിന്റെ ജനത്തെ അറുക്കുന്ന ആടുകളെ പോലെ എണ്ണി അവരെ ഉപദ്രവിച്ച് ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്ത് മുന്നോട്ട് കടന്നുപോയപ്പോൾ നമ്മള് തെസ്സലോനിക്കർ വായിക്കുന്നുണ്ട്, സുവിശേഷം വിശ്വസിച്ചവർക്ക് ആശ്വാസവും നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് പീഡയും കൊടുക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയാണ് എന്ന് പറയുന്നു. നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് പീഡ കൊടുക്കുക, നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ട നിങ്ങൾക്ക് ആശ്വാസം കൊടുക്കുക. ഇവിടെ ഈ വിധത്തിൽ അവരെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തെ ഉപദ്രവിച്ചവളെ ന്യായം വിധിച്ചപ്പോൾ ആ ന്യായവിധികൾ സത്യവും നീതിയുമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സാൽവേഷൻ ആൻഡ് ഗ്ലോറി ആൻഡ് ഹോണർ ആൻഡ് പവർ ബിലോങ്സ് ടു ദ ലോർഡ് അവർ ഗോഡ്. എന്റെ പ്രിയപ്പെട്ട സൗരസ്വന്മാരെ, ദൈവം എല്ലാം കാണുന്നു, ദൈവം എല്ലാം കേൾക്കുന്നു, ദൈവം എല്ലാം അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. അവന്റെ സന്നിധിയിൽ സകലവും കുറിച്ചു വെച്ചിട്ടുണ്ട്. പഴയ നിയമ ഏടുകൾ വായിച്ചാൽ അറിയാം, അതെന്റെ മുമ്പാകെ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ പ്രതികാരം ചെയ്യും. ആവർത്തനം 32, യെശയ്യാ പ്രവചനം 65, ഈ ഭാഗങ്ങളൊക്കെ വായിക്കും. എന്റെ മുമ്പാകെ എഴുതി മുദ്രയിട്ടിരിക്കുന്നു, ഞാൻ പ്രതികാരം ചെയ്യും. എന്നാൽ ദൈവം മനുഷ്യനോട് വളരെ ദീർഘമായി ക്ഷമിച്ച് അവരെന്തെല്ലാം ചെയ്തിട്ടും കഴിഞ്ഞ നാളുകളിൽ തന്റെ ജനം കൊല്ലപ്പെട്ടാലും വേണ്ട, അവർ അറുക്കപ്പെട്ടാലും വേണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മൗനമായി എന്തുകൊണ്ടിരുന്നു? സഭയുടെ ചരിത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ചോരപ്പുഴയുടെ ചരിത്രമാണ് സഭയുടെ പ്രാരംഭഘട്ടം. 10 റോമൻ ചക്രവർത്തിമാർ അവരെ കൊന്നൊടുക്കി. അതിന്റെ തുർമാനമായി ലോകത്തിലാകമാനം പീഡിപ്പിക്കപ്പെട്ട് ഇന്നും ഒരു 1000-ലധികം ആളുകളെങ്കിലും ഒരു ദിവസം കൊല്ലപ്പെടുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു വിശ്വാസത്തിന് വേണ്ടി. ദൈവം മൗനമായിരിക്കുകയാണ്. എന്നാൽ ഈ പീഡിപ്പിക്കുന്നവരെ ദൈവം ഉപദ്രവിക്കാതെ സുരക്ഷിതമായി സൂക്ഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ദൈവത്തിന് അവരെ ഒരു നിമിഷം കൊണ്ട് നിഗ്രഹിച്ച് കളയുവാൻ കഴിയും. ഒരു നിമിഷം കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയും. ദൈവത്തിന്റെ ജനത്തെ ഉപദ്രവിക്കുന്നവരെ ദൈവത്തിന് ശിക്ഷിപ്പാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. എന്നാൽ എന്തുകൊണ്ടാണ് ദൈവം മൗനമായി അവരെ ശിക്ഷിക്കാതെ ദൈവം അവരെ ഈ വിധത്തിൽ തന്റെ ജനം അറുക്കപ്പെടുവാൻ അനുവദിച്ചു കൊടുത്തത്? അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, അവന്റെ ദീർഘക്ഷമ, അവരോടുള്ള അവന്റെ കരുണ. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ള പോലെ അവരെ താങ്ങുന്ന ഒരു കരമുണ്ട്, ഈ ദുഷ്ടനെയും താങ്ങുന്ന ഒരു കരമുണ്ട്. ആ കരം പിൻവലിച്ചാൽ അവൻ പതിക്കുന്നത് നിത്യ നരകത്തിലാണ്. പിന്നെ അവനും നരകത്തിനും മധ്യത്തിൽ യാതൊന്നും അവനെ തടസ്സപ്പെടുത്താനില്ല. അവൻ ഉപദ്രവിക്കുന്ന, അവൻ പീഡിപ്പിക്കുന്ന അവന്റെ ജനം, അവർക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവം അവരെ വാസ്തവത്തിൽ പീഡയ്ക്ക് വേണ്ടി അനുവദിച്ചു കൊടുക്കുന്നത് പോലും ഈ ദുഷ്ടന്മാർ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. കരുണയുടെ കരങ്ങൾ അവരെ താങ്ങുകയാണ്. ഒരു നിമിഷം ദൈവം അവരെ ആ താങ്ങുന്ന കരം പിൻവലിച്ചിരുന്നെങ്കിൽ അവരെ നശിച്ചു പോയനെ. എന്നാൽ അവർ നിത്യനരകത്തിലേക്ക് കടന്നു. ദൈവത്തിന് അതറിയാം. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദമിനെയും അവയും ആട്ടിപ്പായിച്ച് പുറത്താക്കുമ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു, അവർ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ തിന്ന് എന്നേക്കും ജീവിക്കാതിരിക്കാൻ അവരെ പുറത്താക്കുക. എന്തുകൊണ്ടാ അവരെ പുറത്താക്കിയത്? എന്നേക്കും അവർ ജീവിച്ചിരിക്കും. ആദമിനെ അവയും പിന്നെ വീണ്ടെടുപ്പാൻ കഴിയില്ല, മനുഷ്യനെ പിന്നെ വീണ്ടെടുപ്പാൻ കഴിയില്ല. ജീവന്റെ ആ ഫലം കൂടെ തിന്നു കഴിഞ്ഞാൽ അവർ എന്നേക്കും ജീവിച്ചിരിക്കും. അവർ മരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അവരെ വീണ്ടെടുക്കണം ദൈവത്തിന്. അവരെന്നേക്കും ജീവിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരുന്നെങ്കിൽ അവരെ വീണ്ടെടുക്കുവാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് ദൈവം അവരെ ഏതെന്നിൽ നിന്ന് പുറത്താക്കിയത്. ഇന്നും ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ദൈവം എന്തിനാണ് ഈ ദുഷ്ടന്മാരെ ഈ വിധത്തിൽ ദൈവജനത്തെ ഉപദ്രവിപ്പാൻ അനുവദിക്കുന്നത് എന്ന് ചിന്തിച്ചേക്കാം. അതിന്റെ കാരണം ഇത് മാത്രമാണ്, ദൈവത്തിന് അവരോടുള്ള ദീർഘക്ഷമ. നമ്മുടെ ചിന്തകളും ദൈവത്തിന്റെ ചിന്തയും തമ്മിൽ വലിയ അന്തരമുണ്ട്, വലിയ അന്തരമുണ്ട്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നുള്ള യഹോവയുടെ വഴികൾ നമ്മളിൽ നിന്ന് വളരെ അന്തരമാണ്. അവൻ നിത്യമുള്ള ബന്ധത്തിൽ കാര്യങ്ങളെ നോക്കുന്ന ദൈവമാണ്. എന്നാൽ ഇവിടെ അതെല്ലാം സഹിച്ചു ദൈവജനം കടന്നുപോയി. യോഹന്നാൻ പറഞ്ഞ പോലെ രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ ഞാൻ. നമ്മളും ആ രാജ്യത്തിലാണെന്നുള്ളത് സഹിപ്പാനായിട്ട് നമുക്ക് വാസ്തവത്തിൽ പ്രേരണ തരുന്ന ഒരു കാര്യം. എന്നാൽ ഇവിടെ ന്യായവിധി നടത്തുമ്പോൾ സ്വർഗത്തിന് പറയാനുള്ളത്, നിന്റെ ന്യായവിധി സത്യവും നീതിയുമാണ്. ഇറ്റ് ഈസ് ട്രൂ ആൻഡ് റൈറ്റസ് ജഡ്ജ്മെന്റ്. അവൻ ന്യായം വിധിച്ചത് നീതിയോടുകൂടിയാണ്. അത് ന്യായമായ കാര്യമാണ്. 2-ാം വാക്യത്തിൽ ഒരു പദമുണ്ട്, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, പ്രതികാരം ചെയ്തായിട്ടാണ് വായിക്കുന്നത്. അത് പ്രതികാരം എന്നുള്ള വാക്കല്ല അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം. 2-ാം വാക്യത്തിൽ വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു, തന്റെ ദാസന്മാരുടെ രക്തം അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ചു, പ്രതികാരം ചെയ്യുക കൊണ്ട്. പ്രതികാരം എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കുന്ന പോലെ ഒരു അവെഞ്ചിങ് ഓർ റിവെഞ്ചിങ് അല്ല, റിവെഞ്ച് അല്ല. ഇറ്റ് ഈസ് നോട്ട് അവെഞ്ചിങ് ബട്ട് റൈച്ചസ് റെസ്റ്റിറ്റ്യൂഡ് വിച്ച് ഈസ് സെലിബ്രേറ്റഡ്. ദൈവം നീതിയോടുകൂടെ ഇടപെടുന്നതാണ് അവിടെ സെലിബ്രേറ്റ് ചെയ്തത്. പ്രതികാരം ചെയ്തു എന്നവർ പറയുമ്പോൾ ദൈവം അതിന് പ്രതികാരം ചെയ്യുകയല്ല, വാസ്തവത്തിൽ നീതി, ദൈവത്തിന്റെ നീതി നിവർത്തിക്കുകയാണ്. ദൈവം അവിടെ ആ വിധത്തിൽ
അവരോട് ന്യായം വിധിച്ചപ്പോൾ അത് പ്രതികാരമല്ല, ദൈവത്തിന്റെ നീതിയുടെ മുമ്പിലുള്ള ഒരു ന്യായവിധിയാണ് വാസ്തവത്തിൽ അവിടെ നടക്കുന്നത്. ഗലാത്യർ 6:7 നമ്മൾ വായിക്കുന്നില്ലേ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, അവർ വിതയ്ക്കുന്നത് തന്നെ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അത് മനുഷ്യൻ തന്നെ അതിന് യോഗ്യനായി മാറുകയാണ്. ഈ മാർട്ടിയസ് പ്രാർത്ഥിക്കുന്നത്, ഈ കൊല്ലപ്പെട്ടവരൊക്കെ പ്രാർത്ഥിച്ചതൊക്കെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ തന്നെ. വെളിപാട് ദിവസം 6:10 അവര് കരയുകയാണ്. അവരുടെ ആത്മാക്കൾ, അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ സ്വർഗത്തിൽ ചെന്നപ്പോൾ അവരോട് കരയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. 6:10 വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്നവർ ഉറക്കെ നിലവിളിച്ചു. സ്വർഗത്തിൽ നിന്ന് ഉറക്കെ വിളിക്കുകയാണ്, കരയുകയാണ് അവര്, നീ എന്താണ് ന്യായവിധി നടത്താത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഉൽപ്പത്തി തുടങ്ങി ചിന്തിയ നീതിമാന്മാരുടെ ചോരകളൊക്കെ ദൈവത്തോട് കരയുന്നുണ്ട്. ഹാബേലിന്റെ രക്തം, ദൈവം പറയുന്നു, അത് നിലവിളിക്കുകയാണ്. ഹാബേലിന്റെ രക്തം എന്നോട് നിലവിളിക്കുകയാണ്. നോക്കാം, മനുഷ്യൻ ചിന്തിയിട്ടുള്ള ചോരകളൊക്കെ ദൈവത്തോട് നിലവിളിക്കുകയാണ്. മനുഷ്യനിവിടെ നീതി കിട്ടിയില്ല, എന്നാൽ ദൈവം പ്രതികാരം ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ ദൈവത്തിന്റെ നീതിയുള്ള വിധി. ഒരു പ്രത്യേക വാക്ക് പഴയ നിയമത്തിലുണ്ട്. യെശയ്യാവ് 49:26 ഈ ബാബിലോണിന്റെ ന്യായവിധിയുള്ള ബന്ധത്തിൽ തന്നെ ഓർപ്പിക്കുന്ന ഒരു വാക്യം. യെശയ്യാവ് 49:26 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്നെ ജനിക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും, വീഞ്ഞുപോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് ലഹരി പിടിക്കും. യഹോവേ, ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിന്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നെന്ന് സകല ജഡവും അറിയും. ഓക്കെ, നിന്നെ ഞെരിക്കുന്നവരുടെ മാംസം ഞാൻ തീറ്റും, വീഞ്ഞുപോലെ സ്വന്തം രക്തം കുടിച്ചവർക്ക് ലഹരി പിടിക്കും. യഹോവേ, ഞാനാണ് രക്ഷിതാവ് എന്ന് സകല ജഡവും അറിയും. ഞാൻ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമാണെന്ന് സകല ജഡവും അറിയും. സ്വർഗത്തിൽ ഹല്ലേലൂയ വിളിക്കുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലായി. 4 പ്രാവശ്യം വചനത്തിൽ, പുതിയ നിയമത്തിൽ ആദ്യമായിട്ടാണ് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതും. അതും ദൈവം ഈ വിധത്തിൽ ന്യായം വിധിച്ചപ്പോൾ അവന്റെ ആട്രിബ്യൂട്ട്, സവിശേഷതകൾ, അവന്റെ നീതിയും സത്യമുള്ള ന്യായവിധിയെ കണ്ടുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. 3-ാം വാക്യം നോക്കിയേ, അവിടെ വീണ്ടും വായിക്കുക, ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നെന്ന് പറഞ്ഞു. അവളുടെ പുക എന്നേക്കും പൊങ്ങും. വീണ്ടും യെശയ്യാവ് 34:9-10 കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചാണെന്നും, എന്നാലും ഒന്നുകൂടെ വായിച്ചേക്കാം. വീണ്ടും അത് ബാബേലിനെ കുറിച്ചാണ്. അവളുടെ പുക എന്നേക്കും പോകും. യെശയ്യാവ് 34:9-10 വാക്യം. അവിടെ തോടുകൾ കീഴായും മണ്ണ് ഗന്ധമായും നിലം കത്തുന്ന കീഴായും ഭവിക്കും. രാവും പകലും അത് കെടുകയില്ല. അതിന്റെ പുക സദാകാലം പൊങ്ങിക്കൊണ്ടിരിക്കും. തലമുറ തലമുറയായി അത് ശൂന്യമായി കിടക്കും. അത് കത്തുന്ന, നമ്മളിവിടെ വായിച്ച പോലെ സദാകാലത്തേക്കും അവളുടെ പുക പൊങ്ങും. പല പ്രാവശ്യവും നമ്മൾ ആ 18-ാം അധ്യായത്തിൽ അത് നേരത്തെ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടു, പൊങ്ങുന്നു എന്ന് പറയുമ്പോൾ 4-ാം വാക്യത്തിൽ 24 മൂപ്പന്മാരും 4 ജീവികൾ ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. 24 മൂപ്പന്മാരും 4 ജീവികൾ നമ്മൾ 4-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ അത് പഠിച്ചു. ഈ 24 മൂപ്പന്മാർ ദൈവസഭയാണ്, സഭയെ പ്രതിനിധീകരിക്കുന്നവരാണ്. പല വിധത്തിൽ നമ്മൾ ആ പഠനം നടത്തി ആ ദൈവസഭയെ പ്രതിനിധീകരിക്കുന്നവരാണ് 24 മൂപ്പന്മാർ. അവരും അവിടെ എടുത്തു പറയുകയാണ് ആമേൻ ഹല്ലേലൂയ, ഇത് സത്യമായ ന്യായവിധിയാണ് എന്നവര് എടുത്തു പറയുകയാണ്. 5-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നോക്കാം. 5-ാം വാക്യത്തിൽ അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സകലദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. സ്വർഗത്തിലെ ആരാധനയാണ്. ദൈവത്തിന്റെ ദാസന്മാരായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ ആരാധിപ്പീൻ എന്ന് പറഞ്ഞു. ദാസന്മാരും ഭക്തന്മാരുമായ ചെറിയവരും വലിയവരുമായുള്ളവർ. പഴയ പുതിയ നിയമ ഭക്തന്മാരൊക്കെ ആ സ്വർഗത്തിലുണ്ട്. അവരൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ട്. ഭൂമിയെ ദൈവം ന്യായവിധിക്കുകയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മൾ മുമ്പ് നോട്ട് ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിലും ആ വലിപ്പച്ചെറുപ്പമുണ്ട്. സ്വർഗത്തിൽ വലിപ്പച്ചെറുപ്പമുണ്ട്. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട് എങ്കിലും ഈ സന്ദർഭത്തിൽ അത് വന്നതുകൊണ്ട് ഞാനൊന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, നമുക്ക് സ്വർഗത്തിൽ വലിയവനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. മത്തായി 5:19 നാം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ ഒരു ചെറിയ കൽപ്പനയെങ്കിലും, വലിയ കൽപ്പനയല്ല, ചെറിയ കൽപ്പനയെങ്കിലും അഴിച്ചാൽ അവൻ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞില്ല, സ്വർഗത്തിൽ പോകും. എന്നാൽ അവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനായിരിക്കും. എന്നാൽ കർത്താവിന്റെ വചനം അതുപോലെ ആചരിക്കുന്ന മനുഷ്യനെ അവനെ സ്വർഗത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. 18-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നോക്കിയേ. സ്വർഗത്തിൽ മറ്റൊരു സ്ഥാനമുണ്ട്. 18:4 ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും.
അവൾ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. സ്വർഗത്തിൽ ചെറിയവൻ, വലിയവൻ, ഏറ്റവും വലിയവൻ. സ്വർഗത്തിൽ ആഹ്വാനം കൊടുക്കുകയാണ്. ചെറിയവനും വലിയവനുമായ അവന്റെ ദാസന്മാരും ഭക്തന്മാരുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സൗരസവന്മാരെ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു വലിയ വ്യത്യാസം ദൈവജനത്തിന് കാണാൻ കഴിയുമെന്ന് മലാഖയും പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായലേഖനം 8:11 8:11 ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഫോർ ഓൾ ഷാൽ നോ മീ ഫ്രം ദ ലീസ്റ്റ് ടു ദ ഗ്രേറ്റ്. മലയാളത്തിൽ ആബാലവൃത്തം എന്നാണ്, ഇംഗ്ലീഷിൽ അത് ഫോർ ഓൾ ഷാൽ നോ മീ ഫ്രം ദ ലീസ്റ്റ് ടു ദ ഗ്രേറ്റസ്റ്റ്. ചെറിയവർ തുടങ്ങി വലിയവർ വരെ എന്നെ അറിയും എന്ന് അവിടെ ഒരു പദപ്രയോഗമുണ്ട്. വെളിപാട് 20:12 സ്മോൾ ആൻഡ് ഗ്രേറ്റ്, ചെറിയവരും വലിയവരും എന്നുള്ള പദമാണ് ഇംഗ്ലീഷിൽ വെള്ളസിംഹാസനത്തിൽ മുന്നിൽ. അപ്പോൾ ദൈവത്തിന് മുമ്പാകെ ഈ വലിപ്പച്ചെറുപ്പുണ്ടെന്നാൽ അത് എങ്ങനെയാണെന്നുള്ളത് വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ താഴ്ത്തുവാനും വിനയപ്പെടുവാനും കഴിയുന്ന മനുഷ്യനാണ് സ്വർഗത്തിൽ ഉയർത്തപ്പെടുന്നത്. നിങ്ങളിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ സകലരുടെയും ദാസനായി മാറണം. കർത്താവിന്റെ മുമ്പാകെ അവന്റെ സഭയിൽ അവന്റെ ശുശ്രൂഷയിൽ തന്നെത്താൻ താഴ്ത്തുവാൻ കഴിഞ്ഞാൽ കർത്താവ് വരുന്ന യുഗത്തിൽ അവരെ ഉയർത്തുമെന്ന് വചനത്തിലുണ്ട്. എന്നാൽ ഇവിടെ ഉയരുന്നവരെ കർത്താവ് അവിടെ താഴ്ത്തുമെന്നുമുണ്ട്. ഏതായാലും ഈ ഭാഗത്തിൽ ഓർപ്പിച്ച പോലെ സ്വർഗത്തിൽ ആഹ്വാനം കൊടുക്കുമ്പോഴും ആ വലിപ്പച്ചെറുപ്പം കാണുന്നുണ്ട് അവന്റെ ദാസന്മാരിൽ നിന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ദൈവസഭയും ചേർന്ന് അവനെ മഹത്വപ്പെടുത്തുന്നു. സകല വിശുദ്ധന്മാരും അവനെ വാഴ്ത്തുമ്പോൾ 6-ാം വാക്യം നോക്കി, അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ! സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് ഇടിമുഴക്കം പോലെ, വലിയ ഘോഷം പോലെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ എന്തൊരു ശബ്ദമായിരിക്കും. ഈ യുഗം കഴിഞ്ഞ യുഗങ്ങളിൽ മുഴുവൻ വീണ്ടെടുത്ത സകല വിശുദ്ധന്മാരും കൂടെ ഒന്നിച്ചു ചേർന്ന് ഒരുപോലെ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിന്റെ ഗാംഭീര്യതയും മഹത്വവും എത്ര വലുതായിരിക്കും. എന്നാൽ അവിടെ അത് പറയുന്നതിന്റെ കാരണം നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. എന്താന്ന് നോക്കിയേ, കഴിഞ്ഞ യുഗങ്ങളിൽ മുഴുവൻ കാത്തിരുന്നൊരു വിഷയമാണ് യേശുക്രിസ്തുവിന്റെ രാജ്യത്വം. അവൻ മടങ്ങി വരും, അവൻ രാജാവാകും. യഹൂദന്മാർ തുടങ്ങിയ, മാത്രമല്ല പഴയ ഭക്തന്മാർ തുടങ്ങി പ്രവാചകന്മാർ ഉറ്റുനോക്കിയിരുന്ന ആ വലിയ സംഭവം അത് സംഭവിക്കുന്നു. അവൻ മടങ്ങി വന്ന് രാജ്യത്വം ഏറ്റെടുക്കുകയാണ്. സ്വർഗത്തിൽ അത് വലിയൊരു സംഭവമാണ്, വലിയ വിഷയമാണ്. കർത്താവ് വരുന്നതിന് മുമ്പ് അത് സംഭവിക്കുന്ന സന്ദർഭത്തില് അത് ഓർത്തിട്ട് സ്വർഗത്തിൽ വലിയ ഘോഷമാണ്, വലിയ ആനന്ദമാണ്. ഇറ്റ്സ് എ കോർപ്പറേറ്റ് വർഷിപ്പ്. എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരാരാധനയാണ്. എണ്ണിക്കൂടാത്ത പുരുഷാരത്തിന്റെ സറാഫിമ്, ചെരൂബിമ്, പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ, അറുക്കപ്പെട്ടവർ, കൊല്ലപ്പെട്ടവർ, എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷത്തിന്റെ പ്രതിധ്വനിയായി ദൈവത്തെ ഹല്ലേലൂയ പറഞ്ഞ് ആരാധിക്കുകയാണ്. 7-ാമത്തെ വാക്യത്തിൽ മറ്റൊരു കാര്യം അവരെടുത്ത് പറയുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മറ്റൊരു കാരണം സർവശക്തിയുള്ള ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കുന്നെന്ന് മാത്രമല്ല, ഹല്ലേലൂയ എന്താ അവിടെ പറഞ്ഞത്? കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, കുഞ്ഞാടിന്റെ കല്യാണം വന്നു. നാം ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറഞ്ഞ് കുഞ്ഞാടിന്റെ കാന്ത എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്തിലാണ്. കുഞ്ഞാടിന്റെ കാന്ത എന്ന് ഇതിനു മുമ്പ് ബൈബിളിൽ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഇവിടെയാണ് ആദ്യമായിട്ട് പറയുന്നതെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഇതും വലിയൊരു വിഷയമാണ്. യുഗത്തിന്റെ ഒരുക്കം അതിനായിട്ട് എടുത്തു. ദൈവദാസന്മാർ ഓർപ്പിക്കുന്ന പോലെ യുഗങ്ങൾ ഒരുങ്ങി യേശുക്രിസ്തു വരാൻ, കാലത്തിന്റെ തികവിൽ ദൈവം തന്റെ പുത്രനെ അയച്ചു എന്ന് പറയുമ്പോൾ അതിനു മുമ്പുള്ള സകല യുഗങ്ങളും യേശുക്രിസ്തു വരാൻ വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ദൈവപുത്രൻ വന്നു, അവന് ജനിപ്പാനൊരു യഹൂദ രാഷ്ട്രത്തെ ഒരുക്കി, കാലത്തിന്റെ തികവൊരുക്കി, ദൈവം എല്ലാം ഒരുക്കി. പുത്രൻ മരിച്ചു, ആ മരണത്തിലൂടെ ഒരു സഭയെ അവൻ സമ്പാദിച്ചു. ആ സഭയെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഒരുക്കി, അവളെ വാസ്തവത്തിൽ ആ വിവാഹ ദിവസത്തിന് വേണ്ടി ഒരുക്കി കൊണ്ടുവരുന്ന പോലെ അവളെ ഒരുക്കുമ്പോൾ യുഗങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിയ ഒരു സംഭവം ആ പ്രിയപുത്രന് വേണ്ടി ഒരു മണവാട്ടിയെ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെയും വലിയ പ്രവൃത്തി. തന്റെ പുത്രനു വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച, ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ആ ദൈവജനത്തെ അവന് മണവാട്ടിയായിട്ട് കൊടുക്കുക എന്നുള്ള വലിയ വിഷയം അത് വന്നു എന്നുള്ളത് സ്വർഗത്തിന് വലിയ സന്തോഷമാണ്. എന്നാൽ അവിടെ ഒരു കാര്യം പ്രത്യേകം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി. അവന്റെ കാന്ത തന്നെത്താൻ ഒരുക്കി. ആൻഡ് ഹിസ് ബ്രൈഡ് ഹാസ് മെയ്ഡ് ഹെർസെൽഫ് റെഡി. അവൾ തന്നെത്താൻ ഒരുങ്ങി. 8-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? അത് പറഞ്ഞിട്ട് അവൾക്ക് ശുദ്ധവും ശുഭവുമായ
വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചു. ആൻഡ് ഇറ്റ് വാസ് ഗ്രാന്റഡ് ടു ഹെർ, ഇറ്റ് വാസ് ഗിവൺ ടു ഹെർ ടു ബി ക്ലോത്ത് വിത്ത് ഫൈൻ ലിനൻ ക്ലീൻ ആൻഡ് വൈറ്റ്. അവൾക്ക് അങ്ങനെ ഒരു അവസരം ദൈവം കൊടുത്തു. അവൾക്ക് അലങ്കരിച്ച് തന്നെത്താൻ വരുവാൻ, ആ മണവാളന്റെ മുന്നിൽ വരുവാൻ. ദൈവജനത്തെ നമ്മൾ വായിക്കുന്നില്ലേ? നമ്മളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. നമ്മളെ കർത്താവിന്റെ ചേസ്റ്റ് ഒറിജിനാണ്. 2 കൊരിന്ത്യർ 11:2 വായിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിച്ചിരിക്കുന്നു. യഹൂദന്റെ വിവാഹത്തെ കുറിച്ച് നാം മുമ്പും ഓർത്തിട്ടുണ്ട്. മണവാളൻ തന്റെ പിതാവിന്റെ ഭവനം വിട്ട് കാന്തയുടെ ഭവനത്തിലേക്ക് ചെന്ന് മണവാട്ടിയുടെ അപ്പനുമായിട്ട് നെഗോസിയേഷൻ നടത്തി ആ വിലപേശി വിലയൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവള് എനിക്ക് വിശുദ്ധീകരിക്കപ്പെട്ടവളാണെന്നുള്ളതിന്റെ അടയാളമായി ഒരു പാത്രത്തിലെ വീഞ്ഞിൽ ആ മണവാളനും മണവാട്ടിയും അതിൽ നിന്ന് കുടിച്ചിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നില്ലേ? അവളുടെ പിതാവിന്റെ വീട്ടിൽ തന്നെ അവളെ ആക്കിയിട്ട് അവൻ വിദൂരത്തിലേക്ക് വീണ്ടും പോവുകയാണ്. അവന്റെ പിതാവിന്റെ വീട്ടിലേക്ക് അവൻ മടങ്ങിപ്പോവും. യഹൂദന്റെ വിവാഹ പശ്ചാത്തലം അതാണ്. അവളെ വാസ്തവത്തിൽ അവന് വേണ്ടി സാങ്ക്ടിഫൈ ചെയ്തു എന്നുള്ളത് ആ പാത്രത്തിൽ നിന്ന് അവർ രണ്ടുപേരും ഒന്നിച്ചു കുടിച്ചു കഴിയുമ്പോൾ പ്രഖ്യാപിച്ചു കഴിയും. അവൾ അവന് വേണ്ടി സാങ്ക്ടിഫൈഡ് ആണ്, വിശുദ്ധീകരിക്കപ്പെട്ടു. അത് വിവാഹം നടന്നതുപോലെയുള്ള ഉറപ്പാണ്. അവരൊന്നിച്ചു പാർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മോചനം നടത്തണമെങ്കിൽ വിവാഹമോചനം പോലെ തന്നെ നടത്തണം. യോസേഫും മറിയയും ഈ വിധത്തിൽ ബിട്രോത്തൽ കഴിഞ്ഞ, വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയമായിരുന്നു മറിയ ഗർഭിണിയായി മാറുന്നത്. ആ വിവാഹമോചനം ലീഗലി മാത്രമേ നടത്താൻ കഴിയുള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ അവള് ഭാര്യയായിട്ട് തന്നെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. പക്ഷെങ്കിൽ അവരൊന്നിച്ചു പാർക്കുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നു? ആ മണവാളൻ അവന്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അപ്പന്റെ വീടിനോട് ചേർന്നിട്ട് അവന്റെ മണവാട്ടിയെ താമസിപ്പിക്കുവാൻ ഒരു ഭവനം ഒരുക്കുകയാണ്. അതൊരുക്കി കഴിയുമ്പോൾ അൺഅനൗൺസ്ഡ് ഡേറ്റിൽ, മുമ്പ് പറഞ്ഞിട്ടില്ലാത്തൊരു ദിവസം, അവന്റെ കൂട്ടുകാരുമായി തീപ്പന്തങ്ങളുമായി അവന്റെ വീട് വിട്ട് അവളെ സമ്പാദിപ്പാൻ, അവളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ചെല്ലുന്നൊരു പ്രൊസഷനും. അവൻ പോകുമ്പോൾ അവന്റെ കൂട്ടുകാർ വിളിച്ചു പറയും വരുന്നു. ആ ശബ്ദം കേൾക്കുന്നവർ വീണ്ടും വിളിച്ചു പറയും. അങ്ങനെ ഓരോ കോണറിൽ നിന്ന് അത് വിളിച്ചു പറഞ്ഞ് അവൻ അവിടെ എത്തുന്നതിന് മുമ്പ് കാന്തയുടെ അല്ലെങ്കിൽ ഈ മണവാട്ടിയുടെ ചെവിയിൽ അവൻ വരുന്നു എന്നുള്ള വാർത്ത വീണ് കഴിയും. അവിടെ കൂട്ടുകാരത്തികൾ ഓടി വന്നു അവളെ ഒരുക്കുകയാണ്. ആ രാത്രിയിൽ അവൾ ഒരുങ്ങിക്കഴിയുമ്പോൾ അവനും അവന്റെ കൂട്ടുകാരും കൂടെ അവളെ വീണ്ടും ചേർത്തുകൊണ്ട് അവൻ ഒരുക്കിയ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് ആ വിവാഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ഹുപ്പ അല്ലെങ്കിൽ മണിയറയിലേക്ക് ഈ കാന്തയെ കൊണ്ടുവന്ന കയറ്റുകയാണ്. അവൾ വെയിലിട്ട് മൂടിയിരിക്കുകയാണ്. ആരും അവന്റെ വീട്ടിൽ അവളെ കണ്ടിട്ടില്ല. വെയിലിട്ട് മൂടിക്കൊണ്ടുവന്ന് ഹുപ്പയിലേക്ക്, മണിയറയിൽ അവളെ പ്രവേശിപ്പിക്കുന്നു. അവരുടെ വിവാഹം പൂർത്തീകരിക്കപ്പെടുന്നു. 7 ദിവസം ആ വീട്ടിൽ വിരുന്നാണ്. ഈ വിരുന്ന് കഴിയുമ്പോൾ 7ാമത്തെ ദിവസം മാത്രമേ ഈ മണവാട്ടിയെ പുറത്തു കൊണ്ടുവന്ന് അവളുടെ വെയിൽ മാറ്റി എന്റെ മണവാട്ടി ഇതാണെന്ന് മറ്റുള്ളവരെ കാണിക്കുകയുള്ളൂ. എത്ര സത്യമാണത്! കർത്താവ് ഈ ഭൂമിയിൽ വന്ന്, പിതാവിന്റെ ഭവനം വിട്ട് ഈ ഭൂമിയിൽ വന്ന് നമ്മോടുള്ള ബന്ധത്തിൽ ഒരു നെഗോസിയേഷൻ നടന്ന് തന്റെ ജീവനായ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിച്ച പോലെ ഇന്ന് അവന്റെ രക്തത്തെ ഓർപ്പിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് അവന് വേണ്ടി വേർതിരിക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട ഒരു കൂട്ടം മണവാട്ടി അവൻ മടങ്ങി വന്ന് കൊണ്ടുപോകുവാൻ കാത്തിരിക്കുമ്പോൾ അവൻ ഉയരത്തിൽ അവൾക്ക് വേണ്ടി വീടൊരുക്കുകയാണ്. അവൻ ഒരിക്കൽ മടങ്ങി വരും. അവൻ വരുന്നുവെന്ന് അവന്റെ സ്നേഹിതർ വിളിച്ചു പറയുന്ന ശബ്ദങ്ങൾ നമ്മുടെ കാതുകളിൽ കേട്ട് കഴിഞ്ഞു. അവൻ വന്ന് നമ്മെ ചേർത്തുകൊണ്ട് അവൻ ഒരുക്കിയ വീട്ടിൽ പോകും. എന്നാൽ അവിടെ അവളെ വീണ്ടും ഒരു 7 ദിവസം ഹുപ്പയ്ക്കകത്ത് മണിയറയിൽ ഒളിപ്പിച്ചിരിക്കുന്ന പോലെ 7 വർഷം നാമും ആ മധ്യാകാശത്തിൽ കർത്താവിനോടൊത്ത് അവിടെ ഒളിച്ചിരിക്കും. 7 വർഷം കഴിയുമ്പോൾ കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്ന പോലെ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. വി ഓൾസോ വിൽ അപ്പിയർ വിത്ത് ഹിം ഇൻ ഗ്ലോറി. ആ മണവാട്ടിയുടെ വെയിൽ മാറ്റി അവളെ സകല ജനത്തിനും കാണിച്ചു കൊടുക്കുന്ന പോലെ ഇതാണ് എന്റെ മണവാട്ടി എന്ന് പറഞ്ഞ് അവളെ കാണിച്ചു കൊടുക്കും. അവൻ നമുക്ക് വേണ്ടി വീടൊരുക്കാൻ പോയി. അവസാനം അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം അവർ കാണണം. ഞാൻ ഇരിക്കുന്നിടത്തിൽ അവരെന്നോട് കൂടെ ഇരിക്കണം. അവന്റെ ഹൃദയത്തിന്റെ വാഞ്ച അതായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടില്ല. അവൾ ഈ ഭൂമിയിൽ അവനെ കാത്തു പാർക്കുമ്പോൾ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ, ഇവിടെ നമ്മൾ ഓർത്തതുപോലെ, ഇറ്റ് വാസ് ഗ്രാന്റഡ് ആൻഡ് ടു ഹെർ ടു ബി ക്ലോത്ത്ഡ് വിത്ത് ഫൈൻ ലിനൻ ക്ലീൻ ആൻഡ് വൈറ്റ്. അവൻ വിശുദ്ധനാണ്, അവൻ നിർമ്മലനാണ്, അവൻ എത്രയോ ഔന്നത്യത്തിലുള്ള, അവൻ എത്രയോ മഹത്വപൂർണനായ ഒരു കാന്തനാണ്. അവൾ എത്രയോ അശുദ്ധിയുള്ളവളാണ്. ശൂനമി ഉത്തമീയത്തിൽ പറഞ്ഞ പോലെ, ഞാൻ കറുത്തവളാണ്, ഞാൻ യോഗ്യയാണ്. ആ മഹത്വപൂർണനായ കർത്താവിന് ഞാൻ ഒരിക്കലും മണവാട്ടിയായിരിക്കാൻ യോഗ്യതയുള്ളവളല്ല. എന്നാൽ ഇറ്റ് വാസ് ഗ്രാന്റഡ് ആൻഡ് ടു ഹെർ ടു ഗെറ്റ് റെഡി ഓർ ക്ലോത്ത് വിത്ത് ഫൈൻ ലിനൻ ക്ലീൻ ആൻഡ് വൈറ്റ്. അവൾക്ക് അങ്ങനെ ഒരു കൃപ കൊടുത്തു. ഇറ്റ് വാസ് ഗ്രാന്റഡ് ആൻഡ് ടു ഹെർ. അവളെ കഴുകി. നാം തിരുവചനത്തിൽ വായിക്കുന്നു, അവൻ നമ്മെ കഴുകി, അവന്റെ സ്വന്തം രക്തത്താൽ കഴുകി വെടിപ്പാക്കി.
തീത്തോസിൽ രേഖപ്പെടുത്തുന്നില്ലേ? പുനർജനന സ്നാനത്താൽ, വാഷിംഗ് ഓഫ് റീജനറേഷൻ, നമ്മളെ വീണ്ടും ജനനം എന്ന് പറയുന്ന കഴുകലിൽ നമ്മെ കഴുകിയെടുത്തു. വീണ്ടും എല്ലാ ദിവസവും നമ്മളെ വീണ്ടും കഴുകുകയാണ്. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 13 നമുക്കറിയാം, പത്രോസിനോടുള്ള ബന്ധത്തിൽ ആ അന്ത്യ അത്താഴത്തിൽ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാൻ ചെന്നപ്പോൾ കർത്താവോട് പറഞ്ഞ വാക്ക് നമുക്കറിയാം, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്കെന്നോട് പങ്കില്ല. പത്രോസെ, കുളിച്ചിരിക്കുന്നവർക്ക് കാലുകൾ കഴുകിയാൽ മതി, വിശുദ്ധന്മാർക്ക് കാലുകൾ കഴുകിയാൽ മതി. ഈ ലോകത്തിൽ പറ്റുന്ന അഴുക്കളും ചെളികളൊക്കെ അറിയാതെ അവരുടെ കാലുകളിൽ പിടിക്കും. അത് ദിവസം തോറും അത് കഴുകിക്കളയും. ഇറ്റ് വാസ് ഗ്രാൻഡഡ് ടു ഹെർ ടു ബി ക്ലോത്ത് വിത്ത് ഫൈൻ ലിനൻ, ക്ലീൻ ആൻഡ് വൈറ്റ്. അവളെ കഴുകുകയാണ്. എഫേസ്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവനവളെ കറയും കളങ്കവുമില്ലാത്തവളാക്കി, വിതൗട്ട് സ്പോട്ട് ഓർ റിങ്കിൾ അവളെ ശുദ്ധീകരിച്ചെടുക്കുകയാണ്. അത് എപ്പോഴാണ് നടക്കുന്നത്? ഈ ഭൂമിയിൽ വെച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹീസ് വാഷിംഗ് അസ്, നമ്മെ കറയും ചുളുക്കവുമില്ലാത്തവളാക്കി തീർക്കുകയാണ്. ഇറ്റ് വാസ് ഗ്രാൻഡഡ് ടു ഹെർ ടു ബി അറൈഡ് ഇൻ വൈറ്റ് ലിനൻ, ക്ലീൻ ആൻഡ് വൈറ്റ്. അവൾക്ക് അതിനു വേണ്ടി കൃപ കൊടുത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തന്നെ ഒരുക്കുകയാണ്. ഇത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്ന നീതിയല്ല. ഈ വസ്ത്രം നമ്മളൊന്ന് നോക്കിയേ, ഇത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തിയാണെന്ന് വായിക്കുന്നു. ആണോ? ആ 8-ാം വാക്യം നോക്കി, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ്. അവൻ നമ്മെ ആ വിധത്തിൽ കഴിവെടുപ്പാക്കിയെന്ന് മാത്രമല്ലേ, അവൾ ഇന്ന് ഒരുങ്ങുകയാണ്. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ദൈവദാസന്മാർ ഇങ്ങനെ പറഞ്ഞു. മധ്യപൂർവ്വ ദേശത്തിന്റെ വസ്ത്ര രീതിയുള്ള ബന്ധത്തിൽ ഇതിനെ ചൂണ്ടിക്കാണിച്ചു. ഹാൻലിൻസ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ പറഞ്ഞത് എന്നെ വളരെ ചിന്തിപ്പിക്കുകയുണ്ടായി. അതായത് മധ്യപൂർവ്വ ദേശത്തിൽ ഗൾഫ് നാടുകളിലൊക്കെ വന്നാൽ അവർ ധരിക്കുന്ന വസ്ത്രം, പുരുഷന്മാർ പ്രത്യേകം ധരിക്കുന്നത് 2 പീസ് വസ്ത്രമാണ്. എനിക്ക് തോന്നുന്നു സ്ത്രീകളും അങ്ങനെയാണ്. 2 പീസ് വസ്ത്രം. ഒന്ന് അകത്ത് ധരിക്കുന്ന ഒരു വസ്ത്രവും മറ്റൊന്ന് പുറത്ത് ധരിക്കുന്ന ഒരു കന്തൂറ പോലെയുള്ള ഒരു വസ്ത്രം. അതിന് പറയുന്നത് ട്യൂണിക് ആൻഡ് ടോഗ എന്നാണ്. ട്യൂണിക് ആൻഡ് ടോഗ. ട്യൂണിക് എന്ന് പറഞ്ഞാൽ അകത്ത് ധരിക്കുന്ന വസ്ത്രമാണ്. ടോഗ എന്ന് പറഞ്ഞാൽ പുറത്ത് ധരിക്കുന്ന വസ്ത്രമാണ്. ഔട്ടർ ഗാർമെന്റ്. ഇന്ന ഗാർമെന്റ് ആൻഡ് ഔട്ടർ ഗാർമെന്റ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതി ഇന്ന ഗാർമെന്റ് ആണ്. നമുക്ക് വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ നിൽപ്പാൻ നമ്മളെ ഇടയാക്കിയത് ആ നീതി എന്ന അങ്കിയാണ്. നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെ കറവരണ്ട തുണിയായിരുന്നു. യെശയ്യാവ് 64 വായിക്കുന്നു. അതൊക്കെ എടുത്തു കളഞ്ഞു. ആ കറവരണ്ട തുണികളൊക്കെ എടുത്തു കളഞ്ഞു. നമുക്ക് കർത്താവിൽ ആ നീതി എന്ന അങ്കി ധരിപ്പാനുള്ള കൃപ ലഭിച്ചു. അവൻ നമ്മെ ആ വസ്ത്രം ധരിപ്പിച്ചു. മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അവന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ എറിഞ്ഞു കളഞ്ഞിട്ട് മേൽത്തരമായ ഒരു അങ്കി അവനെ ധരിപ്പിച്ചു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ഒരു അങ്കി ലഭിച്ചു. അതാണ് നീതിയുടെ അങ്കി. നാം അത് ധരിച്ചു. അല്ലെങ്കിൽ ട്യൂണിക് നമ്മുടെ അകത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രം, എന്നാൽ ടോഗ പുറത്തുള്ളൊരു വസ്ത്രം. അത് കർത്താവ് തന്ന വസ്ത്രമല്ല, അത് നമ്മൾ ഓരോരുത്തരും നെയ്തെടുക്കുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ്. ഇറ്റ് ഈസ് ഇൻ പ്ലൂറൽ, പ്രവൃത്തിയാണ്. അവള് ദൈവമക്കളായി നമ്മൾ ഇന്ന് എന്ത് ചെയ്യുകയാണ്? അവന്റെ മുന്നിൽ നിൽപ്പാനുള്ള വസ്ത്രം നെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ തന്നെ തയ്ച്ചൊരുക്കുകയാണ്. എന്താണത്? അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തിയാണ്. നമ്മുടെ നീതി പ്രവൃത്തികൾ നമ്മളെ വാസ്തവത്തിൽ അലങ്കൃതമാക്കി അവിടെ നിർത്തും. ഇത് ഗൗരവപൂർണമായ ഒരു വിഷയമാണ്. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവൾക്ക് തന്നെത്താൻ ഒരുങ്ങുവാൻ കൃപ ലഭിച്ചു. നാം ഒരുങ്ങിയിട്ടുണ്ടോ? വചനത്തിൽ അലങ്കാരമായിട്ടാണെങ്കിൽ പോലും 1-2 വാക്യം എന്ന് നോക്കാം. സദൃശവാക്യം 23 അതിന്റെ 21-ാം വാക്യം. സദൃശവാക്യം 23, 21-ാം വാക്യം. ഒരുപക്ഷെ അത് വലിയൊരു സത്യം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ആ ജ്ഞാനിയായ ശലോമോൻ പറയുമ്പോൾ സദൃശവാക്യം 23-ന്റെ 21-ാം വാക്യം, അത് കുടിയനും അതിഭക്ഷണനും ദരിദ്രനായിത്തീരും. അടുത്തത്, നിദ്രാലിത്വം പഴന്തുണി ഉടുക്കുമാറാക്കും. ഡ്രൗസിനെസ് ഷാൽ ക്ലോത്ത് എ മാൻ വിത്ത് റാക്സ്. ഡ്രൗസിനെസ്, പഴയ കാലങ്ങളിൽ ഇന്ന് നമ്മൾ തുണിയൊക്കെ മേടിക്കുന്ന പോലെ തുണിയൊന്നും മേടിപ്പാൻ കഴിയില്ല. ഒരു സാമർഥ്യമുള്ള സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ അവൾ തന്റെ വീട്ടിലുള്ളവർക്കൊക്കെ പരവതാനി ഉണ്ടാക്കുകയാണ്. അവൾ അത് തയ്ച്ചെടുക്കുകയാണ്, നെയ്തെടുക്കുകയാണ്. പഴയ കാലങ്ങളിൽ ഉറക്കളിച്ചിരുന്ന നെയ്തെടുത്ത തുണികൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അവർ ധരിക്കുവാൻ. ഇവിടെ വായിക്കുന്നു, നിദ്രാലത്വം പഴന്തുണി ഉടുക്കുമാറാക്കും. ഡ്രോസിനെസ് ഷാൽ ക്ലോത്ത് എ മാൻ വിത്ത് റാക്സ്. എന്നാൽ ഒരു ബുദ്ധിയുള്ള സ്ത്രീയെക്കുറിച്ച് സദൃശവാക്യം 31-ാം അധ്യായം എടുത്താട്ടെ. സാമർഥ്യമുള്ള സ്ത്രീ, ഗുണവതിയായ സ്ത്രീ, ബുദ്ധിമതിയായ സ്ത്രീയെക്കുറിച്ച് പറയുന്ന വാക്ക് നോക്കിയാട്ടെ. അതിന്റെ 21-ാം വാക്യം, തന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല. അവളുടെ വീട്ടിലുള്ളവർക്ക് ചുവപ്പ് കമ്പിളി ഉണ്ടല്ലോ. അവൾ തനിക്ക് പരവതാനി ഉണ്ടാക്കുന്നു. അവൾ ഒരു പരവതാനി നെയ്തെടുക്കുകയാണ്. മടി വാസ്തവത്തിൽ പഴന്തുണി ഉടുക്കുമാറാക്കുമ്പോൾ സാമർഥ്യമുള്ള വെർച്വസ് വൈഫ് ആരാണെന്നുള്ളവിടെ പറയുകയാണ്. അവളുടെ കുടുംബത്തിന് വേണ്ടി അവൾ അധ്വാനിക്കുകയാണ്. ഇന്നും ഒരു വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഈ ഭാഗം, ഈ അധ്യായം ഞാൻ എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് വന്നത്. എന്നെ പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിന്റെ കാന്തയായ സഭ. എടുത്തുകൂടെ എഫേസ്യർ 5 കർത്താവിന്റെ വചനത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പൗലോസ് പറഞ്ഞിട്ട് പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ സഭയെ കുറിച്ചാണ് പറയുന്നത്. ഈ വെർച്വസ് വുമൺ വാസ്തവത്തിൽ ദൈവസഭയുടെ നിഴലാണ്. അവൾ മടിയുള്ളവളല്ല, അവൾ ഇൻഡസ്ട്രിയൽ ആണ്, അവൾ അധ്വാനശീലമുള്ളവളാണ്,
അവൾ നിദ്രാലിത്വമുള്ളവളാണ്, ഡ്രോസിനസ്, ഉറങ്ങിയിരിക്കുന്നവളാണെങ്കിൽ അവൾ തീർച്ചയായിട്ടും വന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ആലോചിച്ചേ. ഒരു കല്യാണ ദിവസം ആ കാന്ത ഒരുങ്ങി, ആ മണവാളൻ ഒരുങ്ങി വരുമ്പോൾ അവന്റെ മുന്നിൽ പഴുന്തുണി ഉടുത്തൊരു കാന്തയ്ക്ക് നിൽപ്പാൻ കഴിയുമോ? ഇല്ലേ. എന്തൊരു ലജ്ജയായിരിക്കും. അതും ഇത്ര സൗന്ദര്യവാനായ, മഹത്വപൂർണനായ, വിശുദ്ധനായ കർത്താവ് വാസ്തവത്തിൽ മണവാളനായി സകല യുഗങ്ങളും നോക്കിയിരുന്ന ആ വലിയ സംഭവത്തിന് വേണ്ടി ഒരുങ്ങി, സകല ദൂതന്മാരും സറാഫുകളും എല്ലാം ഒരുങ്ങി കാത്തിരുന്ന് ഹല്ലേലൂയ ഗീതങ്ങളുടെ മധ്യത്തിൽ അവന്റെ കാന്തയെ വരിക്കുവാൻ വരുമ്പോൾ, ഈ ബീട്രോത്തൽ സമയത്ത് വാസ്തവത്തിൽ കല്യാണം ഉറപ്പിച്ച് മടങ്ങിപ്പോയി അവൾക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കുമ്പോൾ മടങ്ങി വരുമ്പോൾ അവൾ മടിയുള്ളവളായി ഒന്നും ചെയ്യാതെ പഴുന്തുണി ധരിച്ചവളെ പോലെ ഇരിക്കുകയാണെങ്കിൽ എന്തൊരു ലജ്ജയായിരിക്കും. ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇറ്റ് ഈസ് ഗ്രാന്റഡ് അൺടു ഹെർ ടു ബി അറേയ്ഡ് ഇൻ വൈറ്റ് ആൻഡ് ക്ലീൻ ലിനൻ. അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തിയാണ്. തബീഥ മരിക്കുമ്പോൾ, തബീഥയല്ലേ സൗരിമാര്, മരിക്കുമ്പോൾ അവിടെ വസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ആളുകള് പല കാര്യങ്ങൾ പറഞ്ഞ് അവളെ ഓർത്ത് കരയുന്നത് കാണുന്നുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇറ്റ് വാസ് ഹെർ മെർസി ഡീഡ്, കരുണയുടെ പ്രവൃത്തിയായിരുന്നു. നമ്മെ രക്ഷിച്ചത് എന്തിനാണ്? തിരുവചനത്തിൽ വായിക്കുന്നു, ദീർഘമായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം പ്രാധാന്യത കൊണ്ട് ഞാൻ 1-2 വാക്യം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 2. പിതാവായ ദൈവം നമ്മളെ രക്ഷിച്ചത് എന്തിനാണ്? വാസ്തവത്തിൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നോക്കിയേ. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നമ്മെ പിതാവ് പുത്രനിൽ വീണ്ടും സൃഷ്ടിച്ചെടുത്തത് സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ്, ഫോർ ഗുഡ് വർക്ക്സ്. അവൾ അലങ്കരിക്കുന്നത് എങ്ങനെയാണ്? നല്ല പ്രവൃത്തികളാൽ അവൾ അലങ്കരിക്കുന്നു. മറ്റൊരു വാക്യം നോക്കാം. തീത്തോസിന്റെ ലേഖനം എന്നെടുത്താട്ടെ. അനേക വാക്യമുണ്ട്. പുതിയ നിയമത്തിൽ ദീർഘമായി പഠിപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണിത്. മാത്രമല്ല ദൈവസഭയിൽ ഇത് ഒന്നുകൂടി ഉറപ്പിച്ചു പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇതൊന്നുകൂടെ എടുക്കാൻ വിചാരിച്ച്. ഞാൻ അധികം വാക്യങ്ങൾ എടുക്കാതെ ഏതാനും വാക്യങ്ങളിലൂടെ അതെന്ന് ചൂണ്ടിക്കാണിക്കാം. തീത്തോസിന്റെ ലേഖനം, അവിടെ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് തന്നെത്താൻ കൊടുത്തത്? 2-ന്റെ 14-ാം വാക്യം. ടൈറ്റസ് ചാപ്റ്റർ 2:14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തികളെ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് വിശുദ്ധീകരിക്കണമെന്ന് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് എന്തിനാ കൊടുത്തത്? സൽപ്രവൃത്തി ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി മാറുവാൻ. സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനം പിതാവായ ദൈവം അത് ചെയ്തു പോരേണ്ടതിന് മുന്നമേ ഒരുക്കി. യേശു ക്രിസ്തു നമ്മെ വീണ്ടും സൃഷ്ടിച്ചത് സൽപ്രവൃത്തികളിൽ നമ്മൾ ശുഷ്കാന്തിയുള്ളവരായി മാറാനായിട്ടാണ്. പൗലോസ് 3-ാം അധ്യായത്തിൽ 8-ാം വാക്യം നോക്കിയേ. ഇത് സഭയെ ഊന്നി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. 8-ാം വാക്യം. ഈ വചനം വിശ്വാസയോഗ്യം, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം. സൽപ്രവൃത്തികളിൽ അവര് ഉത്സാഹികളായിരിക്കാൻ ഉറപ്പിച്ചു പറയണം. എന്താണ് നമ്മുടെ സൽപ്രവൃത്തികൾ? ആവശ്യത്തിലിരിക്കുന്നവർ, നുറുങ്ങിയിരിക്കുന്ന ഹൃദയം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, നിരാശരായിരിക്കുന്ന ജനങ്ങൾ, അവരുടെ മധ്യത്തിൽ നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളുമായി നാം കടന്നു പോകേണ്ടത് ആവശ്യമാണ്. നമ്മെ എത്രയോ ധനികരായി അനുഗ്രഹിച്ചു. വാസ്തവത്തിൽ ദൈവരാജ്യം വിസ്തൃതമായി മാറണമെങ്കിൽ നാം ഇതിൽ മുൻപന്മാരായി മാറുന്നില്ലെങ്കിൽ സാധിക്കുകയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു, യോങ്കിച്ചോയുടെ സഭ 8 ലക്ഷം ആളുകളായിത്തീർന്നത് എങ്ങനെയാണ്? വാസ്തവത്തിൽ എന്റെ കയ്യിൽ ആർട്ടിക്കിൾ ഇരിപ്പുണ്ട്. ആ സഭയുടെ സൽപ്രവൃത്തികളാണ്. കൊറിയൻ ആ വാറിന്റെ സമയത്തൊക്കെ അഭയാർത്ഥികളായി വന്നവരോടും മറ്റും നുറുങ്ങിയ ഹൃദയങ്ങളുള്ളവരുടെ മധ്യത്തിൽ ദൈവജനം കടന്നുപോയി. ആശ്വാസം, സൽപ്രവൃത്തികൾ. വാസ്തവത്തിൽ ആ വെളിച്ചം അവരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാനായിട്ടിടയായി മാറി. നമ്മള് വളരെ കുറവുള്ളവരായി മാറി. കർത്താവായ യേശു ക്രിസ്തു മത്തായി 5 നമ്മോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്താണ് ഈ ലോകത്തിന്റെ വെളിച്ചം? ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, നമ്മളൊരു റാന്തലെടുത്തോടെ നടക്കുന്നതാണോ വെളിച്ചം എന്ന് പറഞ്ഞേ? നോക്കിയേ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. എന്താണ് നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞാൽ അതിന്റെ 14-ാം വാക്യം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴില്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്. അങ്ങനെ അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ട നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആ 16-ാം വാക്യം നോക്കിയേ. അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് നിങ്ങളുടെ വെളിച്ചം മറ്റുള്ള മുമ്പിൽ പ്രകാശിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കാണണം. വെളിച്ചം എന്ന് പറഞ്ഞത് നമ്മുടെ നല്ല പ്രവൃത്തിയാണ്. വി നീഡ് ടു ഡു ഗുഡ് തിങ്സ്. നമ്മളത് ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. പിതാവായ ദൈവം അതാണ് നമ്മെക്കുറിച്ച് മുന്നമേ കരുതിയതെന്ന് എഫേസ്യർ 2 നമ്മൾ വായിച്ചു. യേശു ക്രിസ്തു തന്നെത്താൻ കൊടുത്തത് അതിനു വേണ്ടിയാണെന്ന് നമ്മൾ വായിച്ചു. നമ്മുടെ വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞത് നമ്മൾ വായിച്ചു. ഇന്ന് അത്ഭുതകരമായി എന്റെ അടുത്തുള്ള നേബിള് എന്നോട് വിളിച്ചു പറഞ്ഞു, കന്യക എന്ന് പറയുന്ന മാസിയ ഒരു വാർത്തയുണ്ടെന്ന് വായിക്കണമെന്ന് പറഞ്ഞു. ആ മാസിയ വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ചപ്പോൾ എന്താ കാര്യം എന്നറിയാമോ? നിങ്ങൾക്കറിയാം, പാർത്താസ് തുണിയുടെ ഉടമസ്ഥൻ അയ്യപ്പൻ, ആ കുടുംബം രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി. അവർ കർത്താവിനെ സാക്ഷിക്കുന്നത് ഫോട്ടോ സഹിതം കുറേയേറെ പേജിൽ അവരുടെ സാക്ഷി എഴുതിയിട്ടുണ്ട്. ഒരു സഹോദരി
അവരുടെ ബുദ്ധിമുട്ടിൽ, അവരുടെ വൈഷമ്യത്തിൽ ആ സഹോദരിയോട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഷെയർ ചെയ്ത് അവരോടൊത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഇവിടെയുള്ള പാർത്താസിന്റെ ഉടമസ്ഥൻ അദ്ദേഹവും കുടുംബവും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു. നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരെ പ്രകാശിക്കട്ടെ. അവരുടെ ബുദ്ധിമുട്ടിൽ അവരോടൊത്തിരുന്ന് പ്രാർത്ഥിപ്പാൻ ഒരിക്കലും അല്ലെങ്കിൽ അവര് ആ വിധത്തിൽ കർത്താവിനെ കണ്ടുമുട്ടില്ല. ഇന്നവരെ എത്ര ധൈര്യത്തോടെ സാക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് വായിച്ചാൽ നമുക്ക് ലജ്ജ തോന്നും. കർത്താവ് ഇതാ പറഞ്ഞത്, നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരിൽ പ്രകാശിക്കണം. നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയോ മനുഷ്യർ ആവശ്യങ്ങളുടെ മുഖത്തിലുണ്ട്, എത്രയോ മനുഷ്യർ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മള് ആ നല്ല പ്രവൃത്തിയുമായിട്ട്, ആ കർത്താവ് പറഞ്ഞ പോലെ വെളിച്ചവുമായിട്ട് അവന്റെ അടുക്കലേക്ക് ചെല്ലുന്നില്ലെങ്കിൽ ഒരിക്കലും ആ സുവിശേഷം അവിടെ കടന്നു ചെല്ലാൻ നമ്മൾ എത്ര പ്രസംഗിച്ചാലും അത് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കയറത്തില്ലേ? യെസ്. എന്നാൽ നാം ഈ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു കാര്യം മറുഭാഗത്ത് സംഭവിക്കുന്നു. നമ്മെ തന്നെ കർത്താവിന്റെ മുന്നിൽ അലങ്കൃതമായി നിർത്തുവാൻ അവളുടെ കരങ്ങൾ കൊണ്ട് അവൾ ഒരു വിശേഷ വസ്ത്രം നെയ്തെടുക്കുന്ന മനോഹരമായ പ്രവൃത്തി നടക്കുകയാണ്. നമ്മൾ ആ ചെയ്യുന്ന നല്ല പ്രവൃത്തി മറുഭാഗത്ത് ആ മണവാളന്റെ മുന്നിൽ നിൽക്കുവാൻ നമ്മളെ യോഗ്യതയുള്ള ഒരങ്കി നെയ്തെടുക്കുന്നതിനോട് തുലനപ്പെടുത്തി ആ വിധത്തിൽ അലങ്കൃതമായി നിൽക്കുവാൻ, അല്ലെങ്കിൽ 45 സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാണ്. ക്രിസ്തുവിന്റെ ന്യായസ്ഥലത്ത് മുമ്പാകെ ജീവിതത്തെ പരിശോധിച്ച് കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളെ ലഭിക്കുമ്പോൾ, അതിന്റെ പ്രതിഫലങ്ങൾ ലഭിക്കുമ്പോൾ അലങ്കൃതമായി നിൽക്കാൻ കഴിയും. ഇറ്റ് വാസ് ഗ്രാൻഡഡ് അൺടു ഹെർ ടു ബി അറേയ്ഡ് ഇൻ ഫൈൻ ലിനൻ ക്ലീൻ ആൻഡ് വൈറ്റ്. അവൾക്ക് അതിനുവേണ്ടി കൃപ കൊടുത്തു. അവൾ തന്നെത്താൻ അലങ്കരിക്കുകയാണ്. നമ്മുടെ പരാജയത്തെ കണ്ട് ഉണരേണ്ടിയ സമയമാണ്. ആ ഒരു വലിയ മുഹൂർത്തം ചിന്തിച്ചാൽ ഈ ലോകത്തിൽ എന്ത് ത്യാഗങ്ങളും അനുഭവിച്ച് കർത്താവിന്റെ മഹത്വമാർന്ന വെളിച്ചം പകർത്തി കൊടുപ്പാൻ നമ്മൾ ബാധ്യസ്ഥരായി മാറുമെന്ന് മാത്രമല്ല, അവന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിപ്പാൻ നമ്മള് വെമ്പൽ കൊള്ളൂ. കർത്താവ് ഈ ലോകത്ത് ജീവിച്ചപ്പോൾ വാസ്തവത്തിൽ മനുഷ്യൻ ആകർഷിക്കപ്പെട്ടത് അവന്റെ പ്രവൃത്തിയായിരുന്നു, അവന്റെ വാക്കുകളായിരുന്നു. നമ്മയും ആ വെളിച്ചമാക്കി തീർത്തു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവിടെ കൊണ്ട് തീരുന്നില്ല. കുഞ്ഞാടിന്റെ കല്യാണം മാത്രമല്ല, 9-ാം വാക്യത്തിൽ കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണെങ്കിൽ കുഞ്ഞാടിന്റെ കാന്ത എത്ര ഭാഗ്യവതിയായിരിക്കും. കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. എന്നാൽ ആ കല്യാണ സദ്യയിൽ ആ കാന്തയുടെ സ്ഥാനം എത്ര വലുതായിരിക്കും. ഈ കല്യാണ സദ്യ എന്താണ്? പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, എന്താണ് ഈ കല്യാണ സദ്യ? പഴയ കാലങ്ങളിലെ കല്യാണ വിരുന്നുകളെ കുറിച്ച് വചനത്തിലുണ്ട്. എസ്തേറിന്റെ പുസ്തകം 1-ന്റെ ആദ്യത്തെ 8 വാക്യം വായിച്ചാൽ അഹശ്വേരോശ് രാജാവ് തന്റെ പ്രതാപത്തിന്റെ മഹത്വത്തിന് വേണ്ടി താന് വെളി കഴിച്ച ശേഷം അവൻ വിരുന്ന് കഴിക്കുന്നത് 180 ദിവസമാണ്. 6 മാസം, 180 ദിവസം തന്റെ പ്രതാപത്തിന്റെ അനുസരിച്ച് താന് വിരുന്ന് കഴിക്കുകയായിരുന്നു. പഴയ കാലങ്ങളിൽ ആ വിധത്തിൽ രാജാക്കന്മാരുടെ പ്രതാപത്തിനനുസരിച്ച് 6 മാസം, 2 മാസം, 1 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സദ്യ കഴിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ കാന്തയായ അവന്റെ സഭയെ അവൻ വരിച്ചു കഴിയുമ്പോൾ അവൻ ആരാണെന്നുള്ളത് ചിന്തിക്കണം. ആരാണ്? ഈ പ്രപഞ്ചത്തിന്റെ ഉടയവനാണ്. അഹശ്വേരോശിനെ സൃഷ്ടിച്ച കർത്താവാണ്. ഈ ലോകത്തിലെ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും സൃഷ്ടിച്ച കർത്താവാണ്. അവന്റെ ധനത്തിന് യാതൊരു അന്തവുമില്ല. അവന്റെ വിവാഹ സദ്യ 180 ദിവസമല്ല നീണ്ടു നിൽക്കുന്നത്, അത് 1000 വർഷം നീണ്ടു നിൽക്കും. ഇറ്റ് വിൽ ബി ഫോർ 1000 years. അവന്റെ പ്രതാപം അത്ര വലുതായിരിക്കും. ആ പ്രതാപത്തിനനുസരിച്ച് 1000 വർഷം ആ വിവാഹം കഴിഞ്ഞ് കുഞ്ഞാടിന്റെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ 1000 വർഷം നീണ്ടു നിൽക്കുന്ന വലിയൊരു കല്യാണ സദ്യ. നമുക്കറിയാം, കല്യാണ സദ്യയാണ് കല്യാണത്തിന്റെ ക്ലൈമാക്സ്. എല്ലാവരും നോക്കിയിരിക്കുന്നതാ. കല്യാണമല്ല, കല്യാണമൊക്കെ അങ്ങ് നടന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള കല്യാണ വിരുന്നാണ് വിവാഹത്തോടുള്ള ബന്ധത്തിൽ പ്രധാനമായി നമ്മൾ ചിന്തിക്കുന്നത്. 1000 ആണ്ട് വാഴ്ച ഈ ലോകത്തിൽ ആ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, കൂട്ടായ്മയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭമായിരിക്കും. കർത്താവും ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മത്തായി 26:29 കർത്താവ് പറഞ്ഞു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്നത് വരെ ഞാൻ ഇനി മുന്തിരിവള്ളിയുടെ ഒരനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. നിങ്ങളോടുകൂടെ എന്റെ പിതാവിന്റെ രാജ്യത്തിൽ കുടിക്കുന്നത് വരെ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. യേശുക്രിസ്തു പറയുകയാണ്, ദൈവപുത്രൻ, ഇനി ഞാൻ ഈ വീഞ്ഞിൽ നിന്ന് കുടിക്കില്ല, മുന്തിരിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കില്ല, നിങ്ങളോടൊത്ത് കുടിക്കുന്നത് വരെ. until I drink with you in my father's kingdom. എന്റെ പിതാവ് ഒരുക്കുന്ന രാജ്യത്തിൽ നിങ്ങളോടൊത്ത് കുടിക്കുന്നത് വരെ ഞാൻ ഇനി കുടിക്കില്ല എന്ന് പറഞ്ഞാൽ, ആ പിതാവ് ഒരുക്കുന്ന 1000 ആണ്ട് വാഴ്ചയിൽ അവൻ നമ്മോടൊത്ത് ആനന്ദിക്കുന്ന സമയം, അവൻ നമ്മോടൊത്ത് ഈ വീഞ്ഞ് കുടിക്കുന്ന, വീഞ്ഞ് നമുക്കറിയാം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് വചനത്തിൽ വായിക്കും, നമ്മോടൊത്ത് ആനന്ദിക്കുന്ന സമയം. എന്നാൽ അവിടെ ക്ഷണിക്കപ്പെട്ടവരൊക്കെ ഭാഗ്യവാന്മാരാണ്. ആരാണ് ക്ഷണിക്കപ്പെട്ടവര്? വചനത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. തേജസ്സിന്റെ സിംഹാസനത്തിന് മുന്നിൽ നിന്ന്, മത്തായി 25:31 വാക്യം, തേജസ്സിന്റെ സിംഹാസനത്തിൽ നിന്ന് വലത്ത് ഭാഗത്തേക്ക് മാറ്റപ്പെട്ട രക്ഷിക്കപ്പെട്ട ലോകജാതികൾ അവർ 1000 ആണ്ട് വാഴ്ചയിലേക്ക്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്കായി ഒരിക്കൽ രാജ്യം കൈവശപ്പെടുത്താന്ന് പറഞ്ഞപ്പോൾ
എന്റെ പിതാവിന്റെ രാജ്യം, ആ രാജ്യത്തിൽ അവൻ മുന്തിരിയുടെ അനുഭവം അനുഭവിക്കുന്ന ആ രാജ്യത്തിലോട്ട് അവർക്ക് പ്രവേശിപ്പാൻ അനുവാദം കൊടുക്കും. ലോകത്ത് ജീവിച്ചിരിക്കുന്ന നീതിമാന്മാരായ വിശുദ്ധന്മാർ, മത്തായി 25:31-34 വരെ വായിച്ചാൽ അവർക്ക് പ്രവേശനം കൊടുക്കും. ലൂക്കോസ് 13 അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 13 അധ്യായം, അതിന്റെ 28ഉം 29ഉം. ലൂക്കോസ് 13:28-20. അവിടെ അബ്രഹാമും ഇസാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞ് നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും. യെസ്, ആരാണിത്? പഴയ നിയമ വിശുദ്ധന്മാർ. അബ്രഹാമും ഇസാക്കും യാക്കോബും മുതലായവർ ആ പന്തിക്കിരിക്കും. യോഹന്നാൻ 3:29, സ്നാപയോഹന്നാൻ ആ പന്തിയിൽ ഇരിക്കും. വെളിപ്പാട് 20:4, പീഡനകാല വിശുദ്ധന്മാർ ആ പന്തിക്കിരിക്കും, ആ രാജ്യത്ത് പ്രവേശിക്കും. എബ്രായലേഖനം 12:22, എബ്രായലേഖനം 1:6, ദൂതന്മാരെ രാജ്യത്തിലേക്ക് പ്രവേശിക്കും. 1000 വർഷം മണവാട്ടിയോടുകൂടെ അവൻ വാഴുന്ന സന്ദർഭം. പഴയ നിയമ വിശുദ്ധന്മാർ, ഈ ഭൂമിയിൽ നിന്ന് നീതിമാന്മാരായിട്ട് എണ്ണപ്പെട്ടവര്, പീഡനകാലത്തിൽ കൊല്ലപ്പെട്ട വിശുദ്ധന്മാർ, അവരൊക്കെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കും. എന്നാൽ ഇവിടെ എടുത്ത് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചു. എന്താണെന്നറിയാം? ആ വാക്യം നോക്കിയാട്ടെ, 9-ാം വാക്യം. ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. ഇത് സത്യമായിട്ടുള്ളതാണ്, ഇത് സത്യവചനമാണ്. അനേകർ ഈ പുസ്തകം വിശ്വസിക്കുന്നില്ല. ഏറ്റവും അധികം ക്രിട്ടിക്സ് ഇതിനെതിരായിട്ട് എഴുന്നേറ്റു. ഇതൊക്കെ സ്പിരിച്വലൈസ് ചെയ്ത് പഠിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ആവർത്തിച്ചു പറയുന്നു. ഈ വെളിപാട് പുസ്തകത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നു ഇത് സത്യവചനമാണ്, ഇത് ആക്ഷരികമായി അതുപോലെ സംഭവിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമുണ്ട്. കഷ്ടതകൾ മാറി, പ്രയാസങ്ങൾ മാറി, കർത്താവിനോടൊത്ത് സന്തോഷിക്കുന്ന ഒരു ദിവസം. അന്ന് ഇന്ന് അനുഭവിച്ച പീഡക്കൊക്കെ അവൻ പീഡിപ്പിച്ചവരെ പീഡ കൊടുക്കുമ്പോൾ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു സമയം. ഇന്ന് നമ്മൾ ഓർത്തതുപോലെ അവന്റെ സന്നിധിയിൽ ഒരുങ്ങുവാൻ, അവന്റെ മുന്നിൽ നിൽക്കുവാൻ, ഒരുങ്ങുവാൻ നമുക്ക് കൃപ ലഭിച്ച ഒരു സമയം. നമ്മുടെ നീതിപ്രവൃത്തികൾ കർത്താവ് പറഞ്ഞ പോലെ അധികമായി വർദ്ധിക്കുവാൻ, അതുമൂലം അധികമായി സുവിശേഷം പ്രചരിക്കുവാൻ, അതുമൂലം നമ്മൾ കൂടുതൽ അലങ്കൃതമായി മാറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചനത്തിൽ ഓർപ്പിച്ച പോലെ ഈ വചനം സത്യം, ഇത് സത്യമായി നടക്കുന്ന കാര്യങ്ങളാകിയാൽ നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ തട്ടി ഉണർത്തപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാം. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.